ശ്രീ ലക്ഷ്മി നരസിംഹ ക്ഷേത്രം, തിരുമല ഭാഗം, തുറവൂർ. കേരളത്തിലെ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ തുറവൂർ ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ പടിഞ്ഞാറ് സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ശ്രീകോവിലിലെ സിംഹാസനത്തിൽ മുകളിലത്തെ പടിയിൽ ശ്രീ വെങ്കടാചലപതിയുടെ വിഗ്രഹവും, രണ്ടാമത്തെ പടിയിൽ വിഷ്ണു പാദുകവും, നാലാമത്തെ പടിയിൽ ശ്രീ ലക്ഷ്മി നരസിംഹത്തിൻ്റെ ഉത്സവ വിഗ്രഹവുമുണ്ട്. നാലമ്പലത്തിനുള്ളിലായി ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. ധ്വജസ്തംഭത്തിന് വലതുവശത്തായി ശ്രീമദ് രാജേന്ദ്രതീർത്ഥസ്വാമിയുടെ സമാധി ക്ഷേത്രം കാണാം. കാശി മഠത്തിൻ്റെ 11ാം മഠാധിപതിയായിരുന്ന ശ്രീമദ് രാജേന്ദ്രതീർത്ഥസ്വാമികൾ 1799 മെയ് മാസം 30-ാം തീയതിയാണ് സമാധിയായത്. നാലമ്പലത്തിന് പുറത്തായി ഹനുമാൻ സ്വാമികളുടെ പ്രതിഷ്ഠയുമുണ്ട്. ഇവിടുത്തെ ധ്വജം വളരെയധികം പ്രത്യേകതയുള്ളതാണ്. ധ്വജത്തിന് ചുവട്ടിൽ ചുറ്റിലുമുള്ള അഷ്ടദിക്പാലകരുടെ കൂടെ അവരുടേതായിട്ടുള്ള വാഹനങ്ങളും കാണാം. വടക്ക് കിഴക്കേ മൂലയിൽ നാഗയക്ഷി പ്രതിഷ്ഠയുമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ഒരു നരസിംഹ ഭക്തനായിരുന്ന റാവൽ നായിക്കിന് അദ്ദേഹം തുറവൂർ വടക്കനപ്പൻ ക്ഷേത്രത്തിന് സമീപം താമസിച്ച് ദിവസേന ക്ഷേത്ര ദർശനം നടത്തി വന്നിരുന്നു. ഒരു അന്തർമുഖനായിരുന്ന റാവൽ നായിക്കിനോട് ക്ഷേത്രത്തിലെ ജീവനക്കാർക്കോ മറ്റു ഭക്തജനങ്ങൾക്കോ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം റാവൽ നായിക്കിന് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പേ തന്നെ പൂജാരിമാർ നട അടയ്ക്കുകയും പ്രസാദം പോലും നിഷേധിക്കുകയും ചെയ്തു. അടഞ്ഞുകിടന്ന ക്ഷേത്രത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് വലിയ വിഷമത്തോടെ റാവൽ നായിക്ക് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുവാൻ ആരോ ആവശ്യപ്പെടുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. മാത്രമല്ല, മുൻപിൽ ഒരു പ്രകാശവും കാണുകയും അതിനെ പിന്തുടർന്ന് ഇപ്പോഴുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ വെളിച്ചം അപ്രത്യക്ഷമാകുന്നതും കണ്ടു. ആ സ്ഥലത്ത് ഭഗവാന്റെ ഒരു പ്രതിഷ്ഠ നടത്തണമെന്ന് തീരുമാനിച്ച് റാവൽ നായിക്കിൻ്റെ മുമ്പിൽ 2 ശില്പികൾ അവിടെ വരികയും ചെയ്തു. നരസിംഹമൂർത്തിയുടെ വിഗ്രഹം നിർമ്മിക്കുന്നതിന് അവർക്ക് ഒരു ശില്പാലയം പണിതു കൊടുത്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ശബ്ദം പോലും കേൾക്കാതിരുന്നപ്പോൾ റാവൽ നായ്ക്കർ കൂടാരത്തിനകത്ത് പ്രവേശിച്ചു നോക്കി. നരസിംഹമൂർത്തിയുടെ 2 വിഗ്രഹങ്ങൾ അവിടെ കാണുകയുണ്ടായി. നോക്കി നിൽക്കെ ശില്പികൾ മറഞ്ഞു പോകുന്നതും കണ്ടു. വിഗ്രഹങ്ങളിൽ ഒന്ന് ലക്ഷ്മി നരസിംഹവും അടുത്തത് ഉഗ്ര നരസിംഹവുമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ വിഗ്രഹത്തിൻ്റെ കാൽവിരലിൻ്റെ അറ്റം പണിതു കഴിഞ്ഞിരുന്നുമില്ല. ഏതായാലും റാവൽ നായിക്ക് ഒരു ചെറിയ ക്ഷേത്രം പണിത് 2 വിഗ്രഹങ്ങളും പ്രതിഷ്ഠിച്ചു. ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന അദ്ദേഹത്തിന് പ്രായമായപ്പോൾ ഭരണം AD 1704 കൊച്ചി തിരുമല ദേവസ്വത്തിന് കൈമാറി. കൊച്ചി മഹാരാജാവിൻ്റെ അകമഴിഞ്ഞ സഹായത്താൽ ഈ ക്ഷേത്രം അഭിവൃദ്ധിപ്പെട്ടു. ഉഗ്ര നരസിംഹമൂർത്തിയുടെ ദൃഷ്ടിയേറ്റ് മുൻപിലുള്ള നെൽപ്പാടങ്ങൾ ഉണങ്ങി വരികയും കനത്ത കടൽക്ഷോഭം നേരിടേണ്ടി വരികയും ചെയ്തുകൊണ്ട് പടിഞ്ഞാറ് ദർശനമായിരുന്ന ഈ ക്ഷേത്രം പിന്നീട് കിഴക്ക് ദർശനമാക്കി പുനഃപ്രതിഷ്ഠിച്ചെന്നും ഐതിഹ്യമുണ്ട്. റാവൽ നായ്ക്കരോടുള്ള ബഹുമാനാർത്ഥം പടിഞ്ഞാറേ ഗോപുരത്തിന് പുറത്ത് തെക്ക് വശത്തായി ഒരു ക്ഷേത്രം പണിതിട്ടിട്ടുണ്ട്. ഇവിടെ നിത്യപൂജയുമുണ്ട്. നേരെ വടക്ക് വശത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രവുമുണ്ട്. പണ്ട് കൊച്ചിയിൽ നിന്ന് വൈദികന്മാർ കൊണ്ടുവന്ന കുലദേവതയാണിത്. വടക്കേ ഗോപുരത്തിലൂടെ പുറത്തിറങ്ങി മുൻപോട്ടു പോയാൽ അർത്തിക്കുളങ്ങര ഭഗവതി ക്ഷേത്രവും ആറാട്ടുകുളവും കാണാം. ഈ ക്ഷേത്ര പരിസരത്താണ് പ്രസിദ്ധമായ പള്ളിവേട്ട നടത്തി വരുന്നത്. ശക്തൻ തമ്പുരാന്റെ കാലത്ത് കൊങ്ങിണികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കൊച്ചി രാജ്യത്ത് നിന്ന് അവർ തിരുവിതാംകൂറിലുള്ള ആലപ്പുഴയിലും മറ്റുമായി മാറി താമസിച്ചു. കൂട്ടത്തിൽ ഗോശ്രീപുരത്തുള്ള വെങ്കടാചലപതി വിഗ്രഹവും തുറവൂരിലുള്ള ഉഗ്ര നരസിംഹ വിഗ്രഹവും ആലപ്പുഴ ക്ഷേത്രത്തിലേക്ക് മാറ്റി. ഒടുവിൽ 1852
ആലപ്പുഴ അനന്തനാരായണപുര ക്ഷേത്രത്തിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ തുറവൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ 3-ാമത്തെ പടിയിൽ പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹമാണ് ഇന്ന് ആലപ്പുഴ അനന്തനാരായണപുരം ക്ഷേത്രത്തിലുള്ളത്. വൈശാഖ മാസത്തിലെ പുണർദം നക്ഷത്രത്തിന് ആറാട്ട് വരത്തക്ക രീതിയിൽ 8 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ആലപ്പുഴ അനന്തനാരായണപുരം തുറവൂർ തിരുമല ദേവസ്വമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണ ചുമതലകൾ നിർവഹിക്കുന്നത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.